പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്നതായിട്ടുള്ള ADEKയും ജലത്തിൽ ലയിക്കുന്നതായിട്ടുള്ള BCയും അത് നമ്മൾ നോക്കുകയുണ്ടായി. അതിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് ജീവകം B ആണ്. ബിൻ്റെ B കോംപ്ലക്സുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ B കോംപ്ലക്സ് നമ്മൾ മൊത്തം എത്ര വിറ്റാമിൻ ഉണ്ടെന്നാണ് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? എത്ര വിറ്റാമിൻ ഉണ്ട്? ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? ആകെ മൊത്തത്തിലുള്ള വിറ്റാമിൻ 13 വിറ്റാമിനാണ്, അല്ലെങ്കിൽ 13 ജീവകങ്ങൾ. ഇതിൽ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ അത് ADEK എന്ന് പറയുമ്പോൾ 4 അതിൻ്റെ കൂടെ ബിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും 5, പിന്നെ ബാക്കി 8 എന്ന് പറയുന്നത് ഈ B കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ B കോംപ്ലക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പൊതുവെ ഇതങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ കെമിക്കൽ നെയിമും ഇതിൻ്റെ ഡെഫിഷ്യൻസിയും വെച്ചിട്ട് ഇനി ചോദ്യങ്ങൾ വരാം. പിന്നെ 1-2 എക്സാംസിന് ഇതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ചോദിക്കാറുണ്ട്, അപര്യാപ്തത രോഗം. അപ്പോൾ അപര്യാപ്തത രോഗങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും. അപ്പോൾ നമുക്കത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ജീവകം B1 നോക്കാം. എന്താണ് ജീവകം B1ൻ്റെ കെമിക്കൽ നെയിം എന്ന് നമുക്ക് നോക്കാം. ജീവകം B1 പറയുന്നത് തൈമിൻ എന്നാണ്. തൈമിൻ. അപ്പോൾ തൈമിൻ എന്താണെന്ന് നമുക്ക് ചെറിയൊരു ഐഡിയ ആണ്, വലിയ ഐഡിയ ഉണ്ട്. അതായത് ജീവകം Aനെയും Dനെയും Eനെയും Kനെയും പഠിച്ച പോലെ, അല്ലെങ്കിൽ Cനെ പഠിച്ച പോലെ നമുക്ക് ആ വലിയൊരു ഐഡിയ വേണ്ട. ബിൻ്റെ B കോംപ്ലക്സിൻ്റെ കാര്യത്തിൽ വലിയ ഐഡിയ വേണ്ട. എന്താണ് ജസ്റ്റ് ഒരു ഐഡിയ മതി. തൈമിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവിടിൽ കാണപ്പെടുന്ന സംഭവമാണ് തൈമിൻ. പിന്നെ ഈ വേറെ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്, ഈ മദ്യപിക്കുന്ന ആൾക്കാർക്ക്, നല്ല മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപാനികളായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ മദ്യപാനാസക്തി കുറയ്ക്കാൻ വേണ്ടി നൽകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B1. അതൊക്കെ കുറയുന്നതാണ് നമ്മൾ സയൻസ് തെളിയിച്ചിരിക്കുന്നത്. അത് രണ്ടും ഓർത്ത് വെച്ചിരിക്കുക. ഈ തൈമിൻ്റെ കേസിൽ തവിടിൽ കാണപ്പെടുന്നു, പിന്നെ മദ്യപാനാസക്തി കുറയാൻ വേണ്ടി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ജീവകമാണ് ജീവകം B1. ഇനി അടുത്തത് ജീവകം B2. ജീവകം B2 ഇതിൻ്റെ കെമിക്കൽ നെയിമാണ്, എനിക്ക് ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം B2ൻ്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. ഈ പാലിലൊക്കെ മഞ്ഞ നിറം നൽകുന്ന ഇതാണ് റൈബോഫ്ലാവിൻ. പിന്നെ വെയിലത്ത് വെച്ചാൽ നഷ്ടമാകുന്ന ഇതാണ് ജീവകമാണ് റൈബോഫ്ലാവിൻ. അത് നോക്കണം. പാലിന് മഞ്ഞ നിറം നൽകുന്നു, അതുപോലെ തന്നെ വെയിലത്ത് വെച്ചാൽ നഷ്ടമാകുന്നതാണ് എന്താണ് ജീവകം B2 റൈബോഫ്ലാവിൻ. ഇന്ന് നമ്മൾ ജീവകം B3ലേക്ക് പോകാം. അതിന് നമ്മൾ വലിയ കോഡൊന്നും വെച്ച് പഠിക്കുന്നില്ല, നമ്മൾ ഓർത്ത് വെച്ചേക്കാം. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അല്ലാതെ പഠിക്കണം, കുറച്ച് കോഡ് വെച്ച് പഠിക്കണം, എന്നാലും നമുക്ക് ഓർമ്മ കറക്റ്റായിട്ട് നിൽക്കും. അടുത്തത് ജീവകം B3. ഇതിന് എൻ്റേതായിട്ടുള്ളൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ട്, നിങ്ങളൊരു ക്രിക്കറ്റ് ടീമിലോ ഫുട്ബോൾ ടീമോ ഒന്ന് ഇമാജിൻ ചെയ്തേക്കാം. അപ്പോൾ ജേഴ്സിക്ക് ഇങ്ങനെ നമ്പർ ഉണ്ടല്ലോ, 1, 2, 3 നമ്പർ ഉണ്ടല്ലോ. അപ്പം നിങ്ങളൊരു B ടീം എന്നൊക്കെ ഓരോ ടീമുണ്ട്, നിങ്ങൾ സങ്കല്പിക്കാം. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ ജേഴ്സി നമ്പർ 3. ആ ജേഴ്സി നമ്പർ 3 ഉള്ള കൂട്ടുകാരനാണ് നിയാസ്. അപ്പോൾ അങ്ങനെ ഓർക്കും. അപ്പോൾ ജേഴ്സി നമ്പർ 3 B ടീമിലെ നിയാസ്, അപ്പോൾ നിയാസി അങ്ങനെ ഓർത്തത്. B3 നിയാസ് അങ്ങനെ ഓർത്തത്. ഈസി ആയിട്ട് കിട്ടും. B3 നിയാസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്താണ് ജീവകം B5. ജീവകം B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. ഈ പാൻറ്റോതെനിക് ആസിഡിന് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള കോഡുണ്ട്, എല്ലാവരും പറയുന്ന ഒരു കോഡുണ്ട്. അതായത് നമുക്ക് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും തന്നെ നിക്കറാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി വലുതാകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം, ചേട്ടന്മാരെ കണ്ടിട്ട് എല്ലാവർക്കും, എനിക്കിടൊക്കെ ആഗ്രഹമായിരുന്നു ചേട്ടന്മാരെ കണ്ടിട്ട് ഈ പാൻറ്റ് ഇടണം എന്നുള്ളത്. അപ്പോൾ ഈ പാൻറ്റ് ഇടുക എന്നുള്ളത് നമുക്കൊരു ക്ലാസ് എത്തുമ്പോഴാണ് ഈ പാൻറ്റിലേക്ക് നമ്മൾ കയറുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത്, അതിന് മുമ്പത്തെ കാലത്തൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാൻറ്റേക്ക് ഇടുക എന്നുള്ളത്. അപ്പം അതങ്ങനെ പറഞ്ഞത് B5 5ാം ക്ലാസ്സിൽ പാൻറ്റേക്ക് ഇടുക നമ്മൾ ആ ലെവലിൽ ചിന്തിച്ച് വെച്ചത്. 5ാം ക്ലാസ്സിൽ നമ്മൾ പാൻറ്റിലേക്ക് കയറും. ജീവകം B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്യും. ഇനി ജീവകം B6ന് ഒരു പീരീഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലേക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ 8 പീരീഡ് ആയിരുന്നു. ഞാനൊക്കെ പഠിക്കുമ്പോൾ 8 പീരീഡ് ആയിരുന്നു, നമ്മൾ പഠിക്കുമ്പോൾ 8 പീരീഡ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അനുമാനിക്കുന്നു. അപ്പം ഈ 8 പീരീഡുള്ള ഇതിൽ 6ാമത്തെ പീരീഡോ 7ാമത്തെ പീരീഡ് ആയിരുന്നു പൊതുവേ PT കിട്ടാറ്. അപ്പോൾ 6ാമത്തെ പീരീഡാണ് ഓർത്ത് വെച്ചോളാം. 7ാമത്തെ പീരീഡോടെ പഠിക്കില്ല, 6ാമത്തെ പീരീഡ് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഈ 6ാമത്തെ പീരീഡ് ഇത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സെറ്റപ്പുള്ള ഒരു പീരീഡാണ്, ഒരു സന്തോഷമുള്ള പീരീഡാണ്, ആഹ്ലാദമുള്ള പീരീഡ്. അപ്പോൾ അതിന് ഓർത്ത് വെച്ചാൽ ജീവകം B6 റിഡോക്സ്. ആ പീരീഡ് ഭയങ്കര സെറ്റപ്പാണ്, ആ റിഡോക്സ്. പിന്നെ അടുത്തത് അപ്പോൾ നമ്മൾ 2 കോഡ് വെച്ച് പഠിച്ചത്. ഇനി ജീവകം B7 ആണ് ബയോട്ടിക്. ജീവകം B7 അതിന് വലിയ കോഡൊന്നുമില്ല, ബയോട്ടിക്. അപ്പോൾ ജീവകം B7 ബയോട്ടിക് ഓർത്ത് വെക്കുക. ജീവകം B7 ബയോട്ടിക്. ഓക്കെ. ഇനി നമ്മൾ ജീവകം B9ലേക്കാണ് വന്നത്. B9ഉം B12ഉം പൊതുവെ ഇഷ്ടമുള്ള, ബേസിക് ഇഷ്ടമുള്ള സംഭവമാണ് B9ഉം B12ഉം. അപ്പോൾ ജീവകം B9 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക് ആസിഡാണ്. ഈ ഫോളിക് ആസിഡിന് ഇച്ചിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്, ബയോട്ടിന് പ്രത്യേകതയുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് വരാം. അത് ഈ ഫോളിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഈ ഗർഭിണികൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഈ അയൺ ഗുളിക എന്നുള്ള സംഭവം കണ്ടില്ലേ? ഗർഭിണികൾക്ക് മാത്രമല്ല, സ്കൂളുകളിലൊക്കെ തരാറുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്താണ് ഈ ഫോളിക് ആസിഡ്. അയൺ ടാബ്ലറ്റ്സിലെ മെയിൻ കണ്ടന്റാണ് ഫോളിക് ആസിഡ്. അതുപോലെ ഈ അയൺ ഗുളികകൾ നമ്മുടെ സ്കൂളിലൊക്കെ ആയിരിക്കും തരാറുണ്ടല്ലോ. ചില ദിവസം ഇങ്ങനെ എല്ലാ ടീച്ചർമാരും എന്തെങ്കിലും പൊട്ടിച്ചു തരുന്നതൊക്കെ ഓർക്കില്ലേ? ആ സംഭവമാണ് ഈ ഫോളിക് ആസിഡ്. ഇനി ജീവകം B12 ആണ് സയനോകൊബാലമിൻ. അത് നന്നായിട്ട് നോക്കണം.
ജീവകം ബി12 അത് ലെങ്ത് ഉള്ള നെയിമാണ്. അത് ലെങ്ത് ഉള്ള നെയിം നമുക്ക് വേറൊരു സംഭവം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു സാധനം പഠിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു സംഭവം, അതായത് ജീവകം ബി12 സൈനോകൊബാലമിൻ. ഈ സൈനോകൊബാലമിന് ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഴ പെയ്യും. ഈ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം എന്നാണ് പറയുന്നത്. ഈ മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസ് ആണ് സൈനോകൊബാലമിൻ. ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ഏറ്റവും ശുദ്ധമായ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് സൈനോകൊബാലമിൻ. അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്, നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേറൊരു കാര്യമാണ്. നമ്മൾ കെമിക്കലിനെ മാത്രം നോക്കിയിട്ടുള്ളൂ. ഇന്ന് ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിന് വേണം. എല്ലാ സാധനവും ആവശ്യത്തിന് വേണം. കൂടിപ്പോയാൽ പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ക്യാൻസറിൻ്റെ കേസ് അങ്ങനെയാണല്ലോ, പക്ഷെ കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എല്ലാത്തിലും അങ്ങനെ ഒരു ബാലൻസ്ഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ബാലൻസ് ആവുള്ളൂ. നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലും അത് ബാലൻസ് ആയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് അപര്യാപ്തത രോഗം. കുറഞ്ഞു പോയാൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ നോക്കുന്നത്. ജീവകം B1 ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ജീവകം B1 ഞാനോട് എഴുതിയിട്ട് ഇത് ആണെങ്കിൽ സൂം ചെയ്താൽ ജീവകം B1 ബെറിബറിയാണ്. അപര്യാപ്തത രോഗം ബെറിബറിയാണ്. അത് മാത്രമല്ല, ജീവകം B1 അത് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ചിലർ സെറിബ്രിക്സ് എൻസെഫലോപ്പതി എന്നും മറ്റൊരു വെർണിക്സ് എൻസെഫലോപ്പതി എന്നും പറയാറുണ്ട്. പക്ഷെ പൊതുവെ ഞാൻ ബുക്സ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ വെർണിക്സ് എൻസെഫലോപ്പതി എന്നാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ മതി. വെർണിക്സ് എൻസെഫലോപ്പതി വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ, പക്ഷേ വെർണിക്സ് എൻസെഫലോപ്പതി തന്നെയാണ് അത്. പൊതുവെ B1 ബെറിബറിയാണ് പറയാറ്. അടുത്തത് B2 കീലോസിസ് ആണ്. എന്താണ് ഈ റൈബോഫ്ലാവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ B2 കീലോസിസ്. എന്താണ് കീലോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വായിലെ ഭാഗങ്ങളൊക്കെ ഇല്ലേ, മോണ അങ്ങനത്തെ ഭാഗങ്ങൾ, സ്ഥലങ്ങളൊക്കെ, അവിടെ ഈ റെഡിഷ് കളറിൽ റൈബോഫ്ലാവിന്റെ കുറവ് മൂലം ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഈ ഉമിനീരിന്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള സെക്രീഷൻ അതൊക്കെ കുറയും. അപ്പോൾ നമുക്കൊരു ഡ്രൈ ലെവലിലേക്ക് വരും. അതാണ് ഈ കീലോസിസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തേക്ക് വരാം B3ന്റെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. ഓക്കെ, അത് പെല്ലഗ്ര ഓർത്ത് വെച്ചോളാം. ഇനി B5ന്റെ അപര്യാപ്ത രോഗമാണ് ഉറക്കമില്ലായ്മ, ക്ഷീണം. ചിലവർക്ക് കണ്ടറിയാലോ, ഭയങ്കര ക്ഷീണമായിരിക്കും. അവർക്ക് രാത്രി കട്ടിൽ കിടന്ന ഉറക്കൊന്നും വരില്ല. അങ്ങനത്തെ ഇതാണ് B5 നമ്മൾ ഓർത്തിരിക്കുക പാൻറ്റോത്തനിക് ആസിഡ്. പാൻറ്റോത്തനിക് ആസിഡ്. ഇനി B6 പിരിഡോക്സിന്റെ അപര്യാപ്ത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അനീമിയയുടെ ഒരു വകഭേദമാണ് B6 മൈക്രോസൈറ്റിക് അനീമിയ. ഓർത്ത് വെച്ചോളാം, B6 മൈക്രോസൈറ്റിക് അനീമിയ. ഈ B7 നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. B7 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള സെബോറിയയും പിന്നെ നമ്മുടെ മുടിയൊഴിച്ചിൽ അതായത് ബയോട്ടിന്റെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ, ബയോട്ടിന് വലിയ സൗന്ദര്യവർദ്ധക ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം മുടിക്ക് അഡ്വാൻറ്റേജ് ഉള്ള സാധനമാണ് ബയോട്ടിൻ. അപ്പോൾ മുടിയൊഴിച്ചിൽ വരാൻ കാരണം ഈ B7ന്റെ അപര്യാപ്തത. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ബയോട്ടിൻ നമ്മൾ കാണുന്ന എവിടെയാണ്? സൗന്ദര്യവർദ്ധക ഷോപ്പുകളിൽ, ഈ ഹെയറിന്റെ ഒക്കെ ബന്ധപ്പെട്ട ഷോപ്പുകളിലാണ്. അപ്പോൾ B7 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ഇതാവും, അതായത് മുടി ഒഴിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സെവോറിയ ഉണ്ടാവും. ഈ നമ്മുടെ ഇതിന് പറയുന്ന നമ്മുടെ ഈ ഫംഗസ് കൂടുതലായിട്ട് നമുക്ക് താരന്റെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ്. അത് ഓർത്ത് വെച്ചോ. ഹയസ്റ്റ് ലെവൽ താരം എന്ന് പറയുന്ന സംഭവമാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ. അതൊക്കെ വേറെ ആരും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന സംഭവമാണ് B7 കുറഞ്ഞാലെന്ന് ഓർത്ത് വെച്ചത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളതാണ് B9 B12. എന്തായാലും ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് B7 B9 B12. ബാക്കി പഠിക്കേണ്ടതല്ല, പക്ഷെ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജീവകം B9ന്റെ അപര്യാപ്ത രോഗം. B9 അപര്യാപ്ത രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വലിയ അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് B9ന്റെ അപര്യാപ്ത രോഗം. അടുത്തത് നമുക്ക് നോക്കാം B12 ഞാൻ പറഞ്ഞു സൈനോകൊബാലമിനാണ്. സൈനോകൊബാലമിനെ കണക്ട് ചെയ്ത് വെച്ചേക്കാം പെർനീഷ്യസ് അനീമിയ. അതോടെ നമ്മുടെ സംഭവം കഴിഞ്ഞു, അപര്യാപ്ത രോഗം കഴിഞ്ഞു. B9 ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 മെഗലോബ്ലാസ്റ്റിക്. ഇത് ആൾക്കാർ മാറി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നത്. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. അപ്പോൾ നമ്മൾ കൊഴുപ്പിലേക്കുന്നതും ജലത്തിലേക്കുന്നതുമായിട്ടുള്ള വിറ്റാമിൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ, കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, പിന്നെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.